ഓണമാകുമ്പോൾ എന്നെ പോലെ മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലേ. ഞാനും സെയിം അങ്ങനത്തെ പേഴ്സൺ ആണ് ഗൈസ്. ഏകദേശം ഒരു 4 വർഷമായിട്ട് ഞാൻ ഓണമാകുമ്പോൾ മെറ്റീരിയൽ എടുക്കുക, തയ്പ്പിക്കുക, ഇതാണ് എൻ്റെ പണി. ഞാൻ തുണിയായിട്ട് അത് എടുക്കുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇത്തവണ ഞാൻ സത്യം പറഞ്ഞാൽ നല്ല ലാഗായിപ്പോയി തുണി എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം പീരീഡ്സും കാര്യങ്ങളായിട്ട് ഭയങ്കര ലാഗായിട്ടിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്നത് പരാഗിലേക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ പരാഗിൽ പോയി ഷോപ്പിംഗ് നടത്തുന്നത് ഒരു മെറ്റീരിയൽ. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതോടുകൂടി എനിക്ക് മനസ്സിലായി ഇവിടെ ഇല്ലാത്ത കളക്ഷൻസ് ഇല്ല ഗൈസ്. ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത് ബനാറസി ഫാബ്രിക് മെറ്റീരിയൽ ആയിരുന്നു. കാരണം എപ്പോഴും ഞാൻ എടുക്കുന്ന സെറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാഞ്ചീപുരം ടൈപ്പൊക്കെ ആയിരിക്കും മെറ്റീരിയൽ എടുക്കുന്നത്. അപ്പോൾ ഇത്തവണ എനിക്ക് ഡിഫറൻറ്റ് വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ അതുകൊണ്ട് ബനാറസി ഫാബ്രിക് മെറ്റീരിയൽ എടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നിലേക്കും എൻ്റെ കണ്ണ് പോയില്ല. പിന്നെ ഒരു വയലറ്റ് കളർ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിട്ടും എനിക്ക് വയലറ്റ് കളറിൽ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ ഇത്തവണ ഞാൻ എന്തായാലും വിചാരിച്ചിരുന്നു വയലറ്റ് കളറേ ഞാൻ എടുക്കത്തോളന്ന്. അപ്പോൾ ഞാൻ താണ്ടി ഈ വയലറ്റ് കളറിലാണ് എടുത്തത്. പക്ഷെ അവിടെ വൈറ്റ് കളറിലേക്ക് ഇഷ്ടം പോലെ നൈസ് ഒരുപാട് മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ. നൈസ് എംബ്രോയിഡറി വർക്കൊക്കെയാണ്. സൂപ്പറായിട്ടുള്ള മെറ്റീരിയൽസ് എനിക്ക് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വൈറ്റ് എനിക്ക് ഒരുപാട് ഉള്ളത് കൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. എനിക്ക് ഒരുപാട് നല്ല നല്ല ഡ്രസ് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ താണ്ടെ ഇതെവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോസ്കോ ജ്വല്ലേഴ്സ് ഇല്ലേ, ചിന്നക്കട, ജോസ്കോ ജ്വല്ലേഴ്സിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പരാഗ് വരുന്നത്. അപ്പോൾ എൻ്റെ പർച്ചേസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഓണമൊക്കെ അല്ലേ, നിങ്ങൾക്ക് നല്ല നല്ല മെറ്റീരിയൽ കളക്ഷൻസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പരാഗിലേക്ക് നേരെ വിട്ടൊക്കെ നല്ല സൂപ്പർ കളക്ഷൻസ് ഉണ്ട്. തിരിച്ച് നല്ല അടാറ് മഴയായിരുന്നു. ഒരു ഫുഡൊക്കെ കഴിച്ച് നേരെ ഞാൻ താഴെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. ടാറ്റാ ബൈ ബൈ, സീ യു.